ശ്രീ പി എം മുഹമ്മദ് റിയാസ്. സർ, സംസ്ഥാനത്ത് ഈ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഒരു പൊതുപ്രശ്നമാണ് സർ. അത് എല്ലാ MLA-മാരും യോജിക്കുന്ന വിഷയമാണെന്ന് ഞാൻ കരുതുകയാണ്. ഇതൊരു കുറ്റപ്പെടുത്തലായി കാണേണ്ടതില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ എങ്ങനെ ഇടപെടും സർ? ഇതിൽ എൻ്റെ നിയോജക മണ്ഡലമായ ബേപ്പൂരിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത്, ഫറോക്ക് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഈ ഒരു മാസത്തിനിടയിൽ നിരവധി പരാതികളാണ് പൈപ്പ് പൊട്ടുന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് സർ. ഇതിന് മറ്റൊരു പ്രശ്നം റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഷയം ഗതാഗത തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം അമൂല്യമായ ജലം പാഴാവുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളം മലിനമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം കാണാൻ കൂട്ടായി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമ്മുടെ ജലവിഭവ വകുപ്പ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ബഹുമാനപ്പെട്ട അംഗം മുൻ മന്ത്രി കൂടിയായ ശ്രീ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചത്. സർ, ഇത് പൈപ്പ് പൊട്ടുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം നടപടിയായി ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ നമ്മൾ ഗവൺമെൻറ് വന്ന ശേഷം ഇക്കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ കാണുകയാണ്. ഇതൊരു നിരന്തരമായ ഒരു ഇടപെടൽ ആവശ്യമായി വരുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് പൈപ്പ് പൊട്ടുന്നതിനെ തുടർന്ന് സമയത്ത് നന്നാക്കാതെ വരുന്നതുകൊണ്ട് ഇത് അഴുക്ക് അതിലേക്ക് പ്രവേശിക്കുകയും കുടിവെള്ളം മലിനമാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതായി കണക്കാക്കി ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടലാണ് ആവശ്യം. ഇതിൽ ഫലപ്രദമായ ഇടപെടൽ സമയബന്ധിതമായി നടത്താൻ കഴിയാത്ത വീഴ്ചകൾ നിരവധിയായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും വകുപ്പ് തലത്തിൽ കാര്യക്ഷമമായ നടപടികൾക്ക് തുടക്കം കുറിക്കും. സർ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഒരു പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലാണ്. രൂക്ഷമായ പ്രശ്നമാണ് സർ. അതിൽ ഈ ബൂസ്റ്റിംഗ് സംവിധാനം കൃത്യതയോടെ പ്രവർത്തിക്കാത്ത ഒരു പ്രശ്നം പ്രധാനപ്പെട്ടതാണ്. കടലുണ്ടി പഞ്ചായത്തിലെ മണ്ണൂർ ഭാഗങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങൾ പൂച്ചേരിക്കുന്ന്, കീഴ്ക്കോട്, വടക്കമ്പാടം, കടലുണ്ടി, ഭജനമഠം, ചാലിയം, മുരുക്കല്ലിങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത്. കൂടാതെ നിരവധി പ്രദേശങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അങ്ങ് അടിയന്തരമായി ഇതിൽ ഇടപെടാൻ പറ്റുമോ? കരാറുകാരുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അലംഭാവമുണ്ടെങ്കിൽ അങ്ങ് ഇടപെട്ട് ഇതിലൊരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ സാധിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി. കടലുണ്ടി ഭാഗത്ത് ഇത് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അവിടെ പ്രക്ഷോഭങ്ങളും നിരവധിയായ പരാതികൾ ഉദ്യോഗസ്ഥലത്തിൽ നൽകുന്നതുമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഇപ്പോൾ ഇത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ വരികയാണ്. ഒന്ന്, കരാറുകാരുടെ കുടിശ്ശിക ദീർഘകാലമായി കൊടുക്കാതെ വന്നതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ പണം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ പരിശോധിച്ചപ്പോൾ കാണുന്നത്. മെയിൻ്റനൻസ് സമയത്ത് നടത്താൻ കഴിയാതെ വന്നാൽ ആദ്യം അങ്ങ് ചൂണ്ടിക്കാണിച്ച പൈപ്പ് പൊട്ടിയാൽ തന്നെ ആര് നന്നാക്കാനാണെന്നുള്ള വിഷയം വരികയാണ്. ഉദ്യോഗസ്ഥർ പോയി നന്നാക്കാൻ കഴിയില്ല. അതിനുള്ള നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് നന്നാക്കാൻ പോകാനായിട്ട് മാസങ്ങളായി പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ പോകത്തില്ല. ഇങ്ങനത്തെ ഒരു സ്ഥിതി നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുന്നത് കൊണ്ട് പ്രതിസന്ധികൾ വളരെ രൂക്ഷമാണ്. എങ്കിലും അങ്ങ് ചൂണ്ടിക്കാണിച്ച ഗൗരവമുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കടലുണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാം. അക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ പരിഹാര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതായിരിക്കും.